യു ആർ ദ ഓഥർ ഓഫ് യുവർ ഓൺ സ്റ്റോറി, സോ റൈറ്റ് ഇറ്റ് വിത്ത് ലവ് എന്നല്ലേ പറയുന്നേ. സോ ഞാൻ ഇന്ന് ആരോടും പറയാതെ ഹെയർ കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. സാധാരണ മുടി വെട്ടാൻ പോകുമ്പോ അമ്മേനോടെങ്കിലും പറയൂ കേട്ടോ. പക്ഷെ ഞാൻ ഇത്തവണ അതൊന്നും ചെയ്തില്ല. എനിക്ക് സെൽഫ് ലവ് മൂത്തിട്ട് ഞാനായിട്ട് തന്നെ പോയി ഡിസൈഡ് ചെയ്ത് ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ഈ ഒരു ഹെയർ കട്ട്. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, എന്റെ കൂടെ മനീഷയുണ്ട്. മനീഷ എന്റെ സിസ്റ്ററിനെ പോലെ ഒരു കുട്ടിയാണ്, അല്ല സിസ്റ്റർ തന്നെയാണ്. അപ്പൊ ഞാനും മനീഷയും കൂടിയാണ് സലൂണിൽ പോയിട്ട് ഹെയർ കട്ട് ചെയ്യാന്ന് തീരുമാനിച്ചത്. ഞാൻ ചെറുതായിരിക്കുമ്പോഴൊന്നും എനിക്ക് മുടിയില്ലായിരുന്നു. ഞാൻ എപ്പോഴും ബോയ് കട്ട് അടിച്ച് നടക്കുന്ന ഒരു കുട്ടിയായിരുന്നു. പക്ഷെ എനിക്ക് അപ്പം മുടി വേണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ വലുതായി കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ തിരിച്ചായി. എനിക്ക് മുടി വെട്ടാനായി കൂടുതൽ ഇഷ്ടം. അപ്പൊ ഞാൻ ലെയർ കട്ടാണ് കേട്ടോ ചെയ്തത്. ലെങ്ത് കുറയ്ക്കാതെയാണ് ലെയർ കട്ട് ചെയ്തത്. കാരണം എനിക്ക് ഒന്നാമതേ മുടി കുറവാണ്. എനിക്ക് ഹെയർ കട്ട് ചെയ്ത ചേച്ചിയുടെ പേര് ഞാൻ ചോദിക്കാൻ മറന്നുപോയി. പക്ഷെ എന്തായാലും ആ ചേച്ചി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ആ ചേച്ചി എനിക്ക് ഹെയർ കട്ട് ചെയ്ത് തന്നത്. ഇങ്ങനെ ഹെയർ കട്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളോട് തന്നെ ഒരു സെൽഫ് ലവ് തോന്നുമല്ലോ. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ലവ് തോന്നിയ ഒരു മൊമെന്റ് ആണ് എനിക്ക് ഇത്. ചിലപ്പോൾ അത് ആരോടും പറയാതെ ചെയ്തത് കൊണ്ടുകൂടിയാവാം. പക്ഷെ എനിക്ക് എന്തായാലും എന്റെ ഹെയർ കട്ട് നന്നായി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനൽ വരും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ടാറ്റാ ബൈ.